ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പേരെങ്ങനെ വന്നു? അച്ഛൻ നന്നായി വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അച്ഛന്റെ പേര് മണികണ്ഠൻ എന്നാണ്. അച്ഛന് ഭാരതം അതുപോലെ തന്നെ ഭാരതീയമായിട്ടുള്ള പാരമ്പര്യങ്ങൾ കുറച്ചും കൂടെ ഇഷ്ടം കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മുമ്പേ തീരുമാനിച്ചിരുന്നു. അച്ഛൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ കൂടുതൽ വായിക്കുന്നതൊക്കെ പുരാണങ്ങളാണ്. പുരാണങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ വ്യാസനാണ്. അപ്പം ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ വ്യാസൻ എന്ന് പേരിടണമെന്ന് ആദ്യം വിചാരിച്ചിരുന്നതാണ്. എന്റെ അനിയന്റെ പേര് വളരെ കോമൺ ആണ്, വിഷ്ണു എന്നാണ്. വിഷ്ണു ജോലി IT-ല് വർക്ക് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം, ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആധ്യാത്മികം പഠിപ്പിക്കലാണ്, അതിലേക്ക് വഴി പറഞ്ഞു വിടുകയാണ്. ഒരു നല്ലൊരു ചേഞ്ച് അല്ലേ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ? ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അതിന്റെ കൂടെയാണ് പ്രഭാഷണങ്ങളും ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ജേർണി എങ്ങനെയായിരുന്നു? ഒരു പാളം തെറ്റി ഇങ്ങോട്ട് ട്രെയിൻ പോവാന്ന് പറയില്ലേ എന്ന് പറഞ്ഞു? അങ്ങനെ കൂടുതലായിട്ട് പറയാൻ സാധിക്കുമെന്ന് അറിയില്ല. ഇപ്പൊ അതായത് ഞാൻ വളർന്നു വന്ന ഗ്രാമം, ഇപ്പൊ മണ്ണാർക്കാട് എന്ന് പറയുന്നത് വള്ളുവനാടൻ പാരമ്പര്യം പറയുമ്പോൾ നമുക്ക് ഈ സനാതനമായിട്ടുള്ള പാരമ്പര്യങ്ങൾക്കൊക്കെ വളരെയധികം വളക്കൂറുള്ള മണ്ണാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട്, ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രം. വളരെയധികം സത്സംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആധ്യാത്മിക സദസ്സുകൾ നടത്താൻ വളരെയധികം മുന്നോട്ട് വരുന്നൊരു അമ്പലമാണ്. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള കഥകൾ, അവിടെ വന്നിട്ടുള്ള ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ, അപ്പൊ നമുക്ക് ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം, ബേസ് എന്ന് വെച്ചാൽ വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അതിനൊക്കെ വളരെയധികം സാധിച്ചിട്ടുണ്ട്. പിന്നീട് കൂടുതലായിട്ട് ഗുരുവായൂരപ്പനിലേക്കും ഭഗവതിയിലേക്കൊക്കെ ഒരു കണക്ഷൻ ഈ അടുത്താണ് ഉണ്ടായതെന്ന് പറയാൻ സാധിക്കും. ശരിക്കും അവതാരങ്ങളില് ശരിക്കും എനിക്ക് ഭഗവാന്റെ അവതാരമാണല്ലോ, വിഷ്ണു ഭഗവാന്റെ അവതാരമാണല്ലോ കൃഷ്ണനും. പക്ഷെ അവതാരങ്ങൾക്ക് ശക്തി കൂടും എന്ന് പറയുന്ന പോലെ ഭഗവാനെക്കാട്ടിലും കൃഷ്ണാവതാരത്തിന് ശക്തി കൂടുതലുണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം അല്ലേ? അതെ, ഈ പൂർണ്ണാവതാരം എന്നാണല്ലോ പറയാ. കൃഷ്ണാവതാരത്തിന് മാത്രമുള്ള ഒരു വിശേഷണമാണ് പൂർണ്ണാവതാരം എന്ന് പറയാം. ബാക്കിയുള്ളതിനൊന്നും അങ്ങനെ പറയാറില്ല. കൃഷ്ണനാണ് പൂർണ്ണാവതാരം എന്ന് പറയുക. ആ ഒരു വിശേഷണം ഭഗവാന്റെ അവതാരത്തിന് മാത്രമേ ഉള്ളൂ. അതായത് ഭഗവാന്റെ സകല കലകളോടും കൂടിയിട്ട് എല്ലാ വിധത്തിലുള്ള പ്രൗഢിയും പ്രകടമാക്കിയിട്ടുള്ള ഒരു അവതാരം എന്ന് പറയുന്നത് കൃഷ്ണാവതാരമാണെന്നാണ് പറയുന്നത്. ശരിക്കും നമുക്ക് ഗുരുവായൂർ പോകുമ്പോ തന്നെ എന്തോരം ആൾക്കാർക്ക് അനുഭവങ്ങൾ ഭഗവാൻ കൊടുക്കുന്നു അല്ലെ? എല്ലാരും പറയുന്നത് എന്താ വെച്ചാ ഭഗവാൻ മുമ്പിലാന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ 2-3 റീലില് തന്നെ കണ്ടു, ഭഗവാനെ കാണാൻ പോകുമ്പോ വെറും കൈയോടെ പോലെ പറയാം. ശരിക്കും അങ്ങനെ ശാസ്ത്രം ഉണ്ടോ? അയ്യോ, അത് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സനാതനധർമ്മത്തിലെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നാണല്ലോ പൊതുവിൽ പറയുന്നത്. വാട്ട് വി ഗീവ്സ് അതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പറയുമ്പോൾ ഞാനത് ഗുരുവായൂരിന്റെ കൺസെപ്റ്റിലാണ് കൂടുതലായിട്ട് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനെ ഒരു ഉണ്ണിയായിട്ട് കാണാൻ കുറച്ചുകൂടെ താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകണമെന്നാണല്ലോ. എനിക്ക് തന്നെ അറിയാം, കൃഷ്ണന് ഒരുപാട് അവിടെ പോകുന്ന ആൾക്കാർ PP നടയിലൊക്കെ വെക്കുന്ന ആൾക്കാരെ അറിയാം, ബലൂൺ നടയിൽ വെക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പൊ അവരൊക്കെ അത്രത്തോളം ഞാൻ അവരൊക്കെ നമസ്കരിക്കുകയും ചെയ്യാം. കാരണം അവർക്കൊക്കെ ഉള്ളിലുള്ള ആ ഒരു തന്മയി ഭാവം, ഭഗവാൻ അവിടെ ഉണ്ട് എന്ന അത്രയും ബിലീഫിന്റെ മുകളിലാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ വളരെയധികം ഭക്തിയോടുകൂടി കാണാൻ സാധിക്കും. ശരിക്കും ഈ വിശ്വാസവും ഈ പറഞ്ഞ പോലെ സയൻസും അതുമായിട്ടൊക്കെ ഒത്തിരി കണക്ട് ചെയ്യാൻ നോക്കുവോ? നമ്മുടെ പാരമ്പര്യത്തിൽ, ഭാരതീയ സങ്കല്പത്തിൽ സയൻസിന് കൃത്യമായിട്ടുള്ള അടിത്തറ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കോൺസെപ്റ്റിലും സയൻസ് തരയുന്ന രീതിയിലേക്ക് സമൂഹം മാറുന്നുണ്ട്. ഇതിൽ സയൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ സയൻസിന്റെ അടിത്തറയോടുകൂടി പറയുമ്പോൾ മാത്രമേ അത് വിശ്വസിക്കൂ എന്നുള്ള വാശി പാടില്ല എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് മനുഷ്യന്റെ തലങ്ങളെക്കുറിച്ചും മാനസികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ് കൂടുതൽ ഭാരതീയ ദർശനങ്ങൾക്കുള്ളത്. അപ്പൊ അവിടെയൊക്കെ വന്ന് സയൻസ് പറയാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഈ ധർമ്മത്തിന് പല സമയത്തും സയൻസിന്റെ അടിത്തറ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. വളർന്നു വരുന്ന കുട്ടികൾക്ക് ബേസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സയൻസ് കൂടി ചേർത്ത് പറയുന്നത് വളരെ നന്നായിരിക്കും.